നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം ചേർന്ന അവലോകന യോഗത്തിലൊക്കെ മുഖ്യമന്ത്രിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശിക്കുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു. വിമർശനങ്ങൾ വീണ്ടും തുടരുകയാണ്. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന വിമർശനമാണ് തിരുവനന്തപുരത്തുള്ള യോഗത്തിലും ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതടക്കമുള്ള വിമർശനം ജില്ലാ കൗൺസിലിൽ ഉയർന്നു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്ന് കൗൺസിലിൽ വിമർശനം വന്നു. നടന്നത് വലിയ പണപ്പിരിവാണ്, ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലും വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നാണ് ജില്ലാ കൗൺസിലിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമർശനം CPI വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ്, കടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗത്തിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം തുടരുകയാണെന്നും നേതാക്കൾ വിമർശിച്ചു. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല, അത് പറയാനുള്ള ആർജവം CPI നേതൃത്വം കാണിക്കണമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞുവെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് LDF കൺവീനർ BJP നേതാവിനെ കണ്ടത് വൻ തിരിച്ചടിയായി. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വെറുപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നും ആലപ്പുഴയിലെ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. നേരത്തെ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് LDFന് കിട്ടിയില്ല. ഹിന്ദുക്കളടക്കമുള്ള മറ്റ് സമുദായങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് അകന്നു. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. BJPയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. LDFന്റെ വോട്ടുകളും BJPയിലേക്ക് പോയി. ഈഴവ സമുദായം LDFിൽ നിന്ന് അകന്നു. LDFന് മേൽക്കൈയുണ്ടായിരുന്ന പല ബൂത്തുകളിലും BJPക്ക് വോട്ട് കൂടി. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങി, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, ഇതൊക്കെ തോൽവിക്ക് കാരണമായി എന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിമർശനം ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ആർക്കും ധൈര്യമില്ല. മോശം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല, ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും BJPയിലേക്ക് പോയിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം ശക്തമാവുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് അണികൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.